വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി ആയിട്ടാണ് കേട്ടോ. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടും മെലിഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ വെയിറ്റ് ലോസ് ജേർണി ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറേ പേർക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളത്. ആക്ച്വലി ഞാനും ഇത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ മൈൻഡിൽ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ശേഷം മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് വേറെ ഒന്നുമല്ല, ഞാൻ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 57 കിലോ ആയിരുന്നു കേട്ടോ. പിന്നെ ഡെലിവറിക്ക് തൊട്ട് മുന്നേ നോക്കുമ്പോൾ അത് 79 കിലോ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയുടെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്യില്ല, അപ്പൊ ഉണ്ണിയുടെ വെയിറ്റ് 2.5 കിലോ ആയിരുന്നു കേട്ടോ. അത് മൈനസ് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും 77 ആയി. പിന്നെ എൻ്റെ ശരീരത്തിൽ ഭയങ്കര നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ആ നീരൊക്കെ ഇങ്ങനെ വെച്ച് പോലെ ഡെലിവറി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു 72 എത്തിയിട്ടാ. പിന്നെ അവിടെ നിന്ന് ഞാൻ ഈ ഒരു ഇപ്പോഴത്തെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60 kg ആണ്. അപ്പോൾ ആ ഒരു 72 കിലോന്ന് പിന്നെ ഈ ഒരു 60 കിലോയിലോട്ട് ഞാൻ എത്തിയിട്ടുള്ള ആ ഒരു വെയിറ്റ് ലോസ് ജേർണിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ 6 മാസം വരെ കുട്ടിക്ക് പാല് കൊടുക്കണതാണല്ലോ. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ഡയറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുട്ടിയോട് ചെയ്യുന്ന ഒരു ദ്രോഹമായി പോവില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാവയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള എല്ലാ ഫുഡും ഞാൻ കഴിക്കാറുണ്ടായിരുന്നു. ഇറച്ചി, മീൻ, പാല്, മുട്ട, ഇലക്കറികൾ എല്ലാം നന്നായിട്ട് കഴിക്കും. പക്ഷേ ഒരു മിതമായ അളവിൽ മാത്രമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ. നമുക്കിപ്പോ ഒരു പറ ചോറുണ്ണണം എന്നൊന്നുമില്ല കുട്ടിക്ക് പാലുണ്ടാവാനായിട്ട്. ഇങ്ങനെ നമ്മൾ വലിച്ചു വാരി കഴിക്കുകയാണെങ്കിൽ ഈ വണ്ണം മുഴുവൻ നമ്മൾ തന്നെ കുറയ്ക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സ്, ഇലക്കറികള്, പാല്, മുട്ട, ഇറച്ചി, ഇപ്പൊ ചോറാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ചോറ് കുറച്ചിട്ട് ചോറിന്റെ അളവ് കുറച്ചെടുത്തിട്ട് കറികൾ ഞാൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു മിതമായ അളവിൽ ഞാൻ ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചിട്ട് ഇങ്ങനെ പട്ടിണി കിടന്നിട്ടൊന്നും അല്ല കേട്ടോ ഡയറ്റിങ്. അങ്ങനൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതായത് കുട്ടിക്ക് നമ്മൾ പാല് കൊടുക്കണതാണ്. അപ്പം ആവശ്യത്തിന് ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സസൈസും പ്ലസ് ഇങ്ങനെയുള്ള ഫുഡിങ് സ്റ്റൈലും ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ്, അതായത് എൻ്റെ വെയിറ്റ് ഞാനൊരു 60 kg എത്തിച്ചു കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഒരു സി സെക്ഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 90 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അതിനു മുമ്പ് നിങ്ങൾ ഒരു ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. നമ്മുടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹീൽ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഒരു നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഒരു 2 months ശേഷമൊക്കെ നമുക്ക് ഈ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ഇതിൽ കാണുന്ന ഡേറ്റ് കണ്ടോ, മെയ് 10-ാം തീയതിയാണ്. ഈ ഒരു സമയത്ത് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 76.55 ആയിരുന്നു കേട്ടോ. ജൂണിലായിരുന്നു എൻ്റെ ഡെലിവറി ഡേറ്റ്. അപ്പോൾ ജൂൺ ആകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും 79 കിലോ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60.70 ആണ്. 90 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ എക്സസൈസുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് കാണിക്കണേ. അതേപോലെ തന്നെ ഞാനൊരു 3-4 തവണയ്ക്കാണ് ഓരോ എക്സസൈസും ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ ആദ്യം ഒരു 10 തവണ ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾ ദിവസങ്ങൾ കൂടുന്തോറും അതിൻ്റെ കൗണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി വരണം കേട്ടോ. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് പെട്ടെന്ന് വയറ് കുറയ്ക്കണം, വണ്ണം കുറയണം എന്ന് പറഞ്ഞിട്ട് ഒരു 50 തവണ 100 തവണ ഒന്നും ചെയ്ത് ഇങ്ങനെ ടയേർഡ് ആവരുത് കേട്ടോ. കാരണം നമ്മൾ 90 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ അതിന് കൂടുതൽ വർഷങ്ങളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ എക്സസൈസ് ചെയ്തുകൊണ്ടൊന്നും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ നല്ലതുപോലെ എഫേർട്ട് എടുക്കണം. നന്നായിട്ട് എക്സസൈസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 90 ദിവസം കഴിയുമ്പോൾ തന്നെ ആ ഒരു എക്സസൈസ് ചെറിയ രീതിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്താലാണ് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതിനുശേഷമാണ് ഞാൻ ഇതേപോലെ കിടന്നിട്ടുള്ള എക്സസൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 തവണ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൗണ്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി വരണം. 15, 20, 25 അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ കൗണ്ട് കൂട്ടി കൂട്ടി വരണം കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള എക്സസൈസ് ആയിരുന്നു കേട്ടോ. ഇതേപോലെ ആദ്യം ഓരോ കാല് വെച്ചിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് മൈൻഡിൽ ഒരു 10 തവണ നമ്മൾ കൗണ്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും റിലാക്സ്ഡ് ആവുക. അതിനുശേഷം നമ്മൾ 2 കാലും പൊക്കി പിടിക്കണം. ഇത് കുറച്ച് ടാസ്ക് ആണെങ്കിലും ചെയ്ത് ചെയ്ത് കുറച്ച് ഫ്ലെക്സിബിൾ ആവട്ടെ. നമ്മൾ ഇതേപോലെ 2 കാലും പൊക്കി പിടിക്കുക, മനസ്സിലൊരു 10 തവണ എണ്ണ, അതിനുശേഷം കാല് വീണ്ടും നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് വെക്കാം.
അതിനുശേഷം നമ്മുടെ കാലിന്റെ തള്ളവിരലുണ്ടല്ലോ, ആ തള്ളവിരലിലോട്ട് നമ്മളിങ്ങനെ ഇതേപോലെ തല ഉയർത്തി ഇങ്ങനെ നോക്കുക. കണ്ടോ? ഇതും ഇതേപോലെ തന്നെ 10 തവണ മനസ്സിലെണ്ണ ട്ടോ. ഇതിന്റെ കൗണ്ടൊക്കെ നിങ്ങൾ ദിവസം ചെല്ലുന്തോറും കൂട്ടി കൂട്ടി വരണം ട്ടോ. ഇതും വയറ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. പിന്നെ ദാ ഇതേപോലെ കണ്ടോ? ഈ കാലിങ്ങനെ മടക്കി പിടിച്ചിട്ട് വയറിങ്ങനെ പറ്റാവുന്നത്ര ഹൈറ്റിൽ ഇങ്ങനെ ആ വയറിങ്ങനെ പൊക്കി കൊടുക്കുക ട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാലും കൈയും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സസൈസും കൂടെ ഉണ്ട്. ഇതും കൂടെ നിങ്ങളിങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ മോർണിംഗിലായിരുന്നു എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരു 20 മിനിറ്റ് ഞാൻ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും ട്ടോ. നിങ്ങൾക്ക് ഈവനിങ്ങിൽ വേണമെങ്കിൽ ഈവനിങ്ങിലും ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടും. എനിക്ക് ഈവനിങ്ങിൽ എനിക്ക് കുറച്ച് ഓൺലൈൻ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഫ്രീ ആവാറില്ല. അതുകൊണ്ട് ഞാൻ മോർണിംഗിൽ മാത്രമാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നിട്ട് എന്നെ 30 ദിവസം കൊണ്ട് ഞാനൊരു 4 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ നിങ്ങൾ മോർണിംഗും ഈവനിങ്ങും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ. ഈ ഒരു എക്സസൈസ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ബ്രസ്റ്റ് സൈസ് റെഡ്യൂസ് ചെയ്യാനും വയറൊക്കെ പെട്ടെന്ന് കുറയാനും ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഞാൻ റിപ്ലൈ തരാം. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.